താരസംഘടനയായ അമ്മയിലെ കലഹം അതിങ്ങനെ തീരാതെ മുന്നോട്ട് പോവുകയാണ്. എക്സിക്യൂട്ടീവ് അംഗങ്ങൾ മാധ്യമങ്ങളോട് പ്രതികരിക്കരുതെന്ന് കഴിഞ്ഞ ദിവസം സംഘടനാ പ്രസിഡന്റ് അടക്കം നിർദ്ദേശിക്കുന്ന ഘട്ടത്തിലേക്ക് ഈ കലഹം എത്തിയിരിക്കുന്നു. അതേസമയം നിയമ നടപടിക്ക് അൻസിബ ഹസനാണല്ലോ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉന്നയിച്ചത്. ടിനി ടോമിനും മറ്റുമെതിരെ അൻസിബയ്ക്ക് അനുകൂലമായും അൻസിബയെ എതിർത്തും രണ്ടു ചേരിയിലാണ് ഇപ്പോൾ അമ്മ സംഘടന ഉള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് ടിനി ടോമിനും അനുകൂലമായും എതിർത്തും താരങ്ങളൊക്കെ ഇതിനകം തന്നെ മാധ്യമങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞു. പക്ഷേ അപ്പോഴും മുതിർന്ന താരങ്ങളുടെ മൗനം പ്രധാനമാണ്. മറ്റൊന്ന്, ഈ പല താരങ്ങളും നേതൃത്വം മാറണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അടുത്ത മാസം 19-21 ജനറൽ ബോഡി യോഗവും പ്രധാനമാണ്. അവിടെ ആയിരിക്കും ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ വിഷയത്തിൽ ഇടപെടേണ്ട കാര്യമില്ല എന്നാണ് മന്ത്രി PC വിശ്വനാഥിൻ്റെ പ്രതികരണം. ഡാനി ഇപ്പോൾ വിവരങ്ങളുമായി ചേരും. ഡാനി, ഇതിപ്പോൾ തർക്കം അതിങ്ങനെ മൂർച്ഛിക്കുകയാണ്, കോടതി കയറുകയാണ്, അതാണ് പ്രധാനം. അമ്മ പോലെ ഒരു സംഘടന നമുക്കറിയാം പലതരത്തിൽ വിവാദങ്ങൾക്ക് ഇടവച്ചിട്ടുള്ള ഒരു സംഘടനയാണ്. പക്ഷേ സംഘടനയ്ക്കുള്ളിൽ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. ദിലീപിൻ്റെയൊക്കെ വിഷയം വന്നപ്പോൾ ദിലീപിനെ പുറത്താക്കിക്കൊണ്ട് നടപടി അമ്മ സ്വീകരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ കോടതിയിലേക്കൊക്കെ പോവുക എന്ന് പറയുമ്പോൾ ഒരു പിടിവിട്ടു പോകുന്ന മട്ടിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് വേണം കരുതാൻ, അല്ലേ? നിലവിലെ സാഹചര്യങ്ങൾ അമ്മയിൽ രൂക്ഷമാണ് രഞ്ജിത്ത്. കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് ശ്വേതാ മേനോൻ പറഞ്ഞത് ഒരു പരസ്യമായ വാക്ക് തർക്കങ്ങളോ അല്ലെങ്കിൽ പ്രസ്താവനകളോ ഒന്നും തന്നെ പാടില്ല എന്നതാണ് പറയുക. പക്ഷേ അപ്പോഴും തർക്കങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ പരസ്യമായ രീതിയിലുള്ളൊരു പ്രതികരണങ്ങൾ വേണ്ട എന്ന് പറയുമ്പോഴും അവിടെ മറ്റൊരു ഇടം തുറന്നുകൂടി വരുന്നുണ്ട്. അത് അൻസിബ ഹസൻ ടിനി ടോം തനിക്കെതിരെ നടത്തിയ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിൽ, അത് ചില മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ നടത്തിയ പരാമർശങ്ങൾ, ഇതിനെതിരെ പരാതി നൽകുമെന്ന ഒരിടമാണ്. അൻസിബയ്ക്ക് തീർച്ചയായും അത്തരം പരാതികളുമായിട്ട് അമ്മയ്ക്ക് പുറത്തേക്ക് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതായത് അമ്മയ്ക്ക് പുറത്ത് നിയമ നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് പോകാനുള്ള സ്വാതന്ത്ര്യമെല്ലാം തന്നെയുണ്ട്. അവർ അതിലേക്ക് നീങ്ങുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതനുസരിച്ചാണെങ്കിൽ അവർ വൈകാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി നൽകും സ്റ്റേഷനിലും. അതോടൊപ്പം തന്നെ കോടതിയും സമീപിക്കാനുള്ളൊരു സാഹചര്യമാണുള്ളത്. തനിക്കെതിരെ വളരെ മോശമായ രീതിയിലുള്ളൊരു പരാമർശങ്ങൾ നടത്തുന്നു, അതിന് തെളിവുകളുണ്ട് എന്ന് അവർ പറയുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ ഈ മതവുമായി ചേർത്തുകൊണ്ട് ചില പ്രചാരണങ്ങൾ നടത്തുകയും ചെയ്തു, അതിനും തെളിവുണ്ട് എന്ന് തന്നെയാണ് അൻസിബ പറയുന്നത്. അപ്പോൾ ഈ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അവർ നിയമ നടപടികളിലേക്ക് ഒരുങ്ങുകയും ചെയ്തത്. അങ്ങനെയെങ്കിൽ അമ്മ കോടതി കയറുന്ന ഒരവസ്ഥയിലേക്ക് തന്നെയാണ് ആ കാര്യങ്ങൾ പോകുന്നത്. പോലീസ് സ്റ്റേഷനിലടക്കം ഈ പരാതികൾ നൽകുകയും തുടർന്ന് മറ്റു നടപടികളിലേക്കെല്ലാം തന്നെ നീങ്ങുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. നിലവിൽ അമ്മ എന്ന് പറയുന്ന സംഘടന ഇപ്പോൾ രണ്ട് ചേരിയായി മാറിയിരിക്കുകയാണ്. അമ്മ പ്രസിഡന്റ് ശ്വേതാ മേനോന് ഒപ്പം നിൽക്കുന്നതും ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വറിന് ഒപ്പം നിൽക്കുന്നതും തമ്മിലുള്ള രണ്ട് ചേരികൾ. വളരെ വ്യക്തമായ വിഭാഗീയതയാണ് ഇപ്പോൾ അമ്മ ഭരണസമിതിയിൽ നിലനിൽക്കുന്നത്. ഏതാണ്ട് ആ രീതിയിലേക്ക് താരങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. ചിലരെങ്കിലും ഈ പെൻഷനും ചികിത്സാ സഹായവും അടക്കമുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നു. അതുകൊണ്ട് തന്നെ ഈ തർക്കങ്ങൾ അവസാനിപ്പിക്കണമെന്ന് പറയുമ്പോൾ നിലവിൽ ഇപ്പോൾ ലൈംലൈറ്റിൽ നിൽക്കുന്ന താരങ്ങളെല്ലാം തന്നെ ഇതൊരു വാശിയോടുകൂടി രണ്ട് ഭാഗങ്ങളിലേക്ക് മാറുന്നൊരു കാഴ്ച കാണുന്നുണ്ട്. ഒപ്പം വളരെ കൗതുകമുള്ളൊരു കാഴ്ച, ഈ മുതിർന്ന താരങ്ങളടക്കം ഇതിന് യാതൊരുവിധ മമ്മൂട്ടിയുടെയോ മോഹൻലാലിൻ്റെയോ പോലുള്ള മുതിർന്ന താരങ്ങളടക്കം ഇതിൽ ഒരഭിപ്രായവും പറയാതെ മാറി നിൽക്കുന്നു എന്നതെല്ലാം തന്നെയാണ് വളരെ ശ്രദ്ധേയമായിട്ടുള്ളത്. ഈ തർക്കങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ഒരുപക്ഷെ ഈ മുതിർന്ന താരങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപക്ഷെ അതോടുകൂടി ഈ തർക്കങ്ങൾ തീർന്നൊരു സമന്വയത്തിൻ്റെ പാതയിലേക്കെല്ലാം തന്നെ പോകും. തൽക്കാലം അവരേതായാലും അത്തരം കാര്യങ്ങൾക്ക് മുതിർന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം രമേഷ് പിഷാരയുടെ അടക്കം ഇതിനോട് പ്രതികരണം ചോദിച്ചപ്പോൾ പറഞ്ഞത് അതൊരു വ്യക്തിപരമായ ചില തർക്കങ്ങൾ മാത്രമേ അവിടെയുള്ളൂ, സംഘടനാപരമായല്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ആ വ്യക്തിപരമായ തർക്കങ്ങൾ എന്ന് പറയുന്നതും ഈ സംഘടനയെ ആകെ ബാധിക്കുന്ന രീതിയിലേക്കെല്ലാം തന്നെ മാറിയിട്ടുണ്ട്. സംഘടനാ പ്രശ്നങ്ങളടക്കം ഇതിനകത്ത് ഉന്നയിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അമ്മ എന്ന താരസംഘടനയ്ക്ക് വലിയ രീതിയിലുള്ളൊരു പൊലിമയുണ്ടായിരുന്നത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും എന്ന പോലെ തന്നെ. അതിന് കാരണം അവരൊക്കെ തന്നെയാണ്, അവരുടെ സംഘടനയാണ്. മറ്റ് പബ്ലിക്കിന് ഏതെങ്കിലും രീതിയിലൊരു ഗുണമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കുന്നൊരു രീതിയിലുള്ള കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ ഇത് അവരുടെ തന്നെ നിലനിൽപ്പിൻ്റെ തന്നെ പ്രശ്നമാണ് എന്നത് അവർ പോലും മറക്കുന്നു എന്നതാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. രഞ്ജിത്ത്, ശരി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.